വലുതായിട്ട് ആരും പോകാത്ത ഒരു വാട്ടർഫാൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതായത് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. അധികം ആരും ആ ഒരു ഏരിയയിലോട്ട് അങ്ങനെ ചെല്ലാറില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു അടിപൊളി വാട്ടർഫാൾ കാണാൻ കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നമുക്ക് നേരെ അവിടെ പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ ഒരു വണ്ടിക്കകത്താണ് പോകുന്നത്. ഇതാകുമ്പോൾ നല്ല മൈലേജ് കിട്ടും. അപ്പം നേരെ പോയിട്ട് വരാം. കടമ്പനാട് വടക്ക് അടയപ്പാട് അപ്പൂപ്പൻകാവിൻ്റെ പിറകിലായിട്ടാണ് ഈ ഒരു ചെറിയ വാട്ടർഫാൾ വരുന്നത്. വേണ്ട, കുഴപ്പമില്ല, വിട്ടോ. നേരെ പോട്ടെ. ഇവിടുത്തെ ഈ സ്ഥലങ്ങളും അതുപോലെ ചെറിയ ചെറിയ വീടുകളും ഒരു ഗ്രാമീണമായ ഈ ഒരു പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഞങ്ങൾ ഇങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ചാണ് പോകുന്നത്. ശരിക്കും വഴിയൊന്നും അറിയത്തില്ല. ചില സമയത്ത് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ചാണ് പോകുന്നത്. ആരോമൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് യാത്രയെന്ന് പറയുന്നത്. യാത്ര അയാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മനസ്സിനെ കുളിരേകുന്ന ഒരു കാര്യം കൂടിയാണ് യാത്ര എന്ന് പറയുന്നത്. ആ മലനിരകൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ചൈനീസ് രീതിയിലുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ തട്ടായിട്ടാണ് അവിടെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് താഴെ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങളൊരു പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പള്ളിയും കഴിഞ്ഞതാണ്ട് നേരെ മുന്നോട്ട് പോകുകയാണ്. ഫുള്ള് നേരെ കല്ലൂഴേത്തോ? അവിടെ കണ്ട് പോട്ടെ, നേരെ പോട്ടെ. 3 മിനിറ്റ്. അങ്ങനെ ഒരു വളവൊക്കെ തെറ്റി ചെയ്താണ്ട് വീണ്ടും ഒരു വളവും കഴിഞ്ഞ് നേരെ താപ്പോട്ടൊരു ഇറങ്ങുവാണ്. നല്ല വലിയൊരു ഇറക്കമാണ്. അതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വഴി കണ്ട ഒരു അമ്മയെടുത്ത് ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ അമ്മ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഇല്ലെന്നാണ്. അറിയത്തില്ല, ചിലപ്പോൾ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുക്കുള്ള ഒരു സ്ഥലം കാണുമെന്നാണ് പറഞ്ഞത്.
എന്തുവെന്നറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്ഥലം. വാട്ടർഫാൾ കണ്ട അവിടെയാണ്. ഇവിടെ ആയിട്ട് വരും കേട്ടോ. ഇതാണ് ആ അമ്പലം, ഇതാണ് ആ സ്ഥലം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു അമ്മ പറഞ്ഞ് ഇവിടെ വലിയ വെള്ളമൊന്നും ഇല്ലെന്ന്. പക്ഷെ നല്ല രീതിയിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ താഴെ ചെല്ലണം കേട്ടോ. താഴെ ചെന്നാലും നമുക്ക് ആ ഒരു ഭംഗി നല്ലപോലെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കണ്ട് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം. അവിടെ അല്ല നമുക്ക് ആദ്യം ഇതാണ്ട് ഇവിടെ ഇതുവഴി ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അല്ല, ജസ്റ്റ് നമുക്ക് ഇതുവഴി ഇങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ലേ. ആ ഒരു കാട് പോലത്തെ വൈബും അതുപോലെ ആ വെള്ളച്ചാട്ടവും. അവിടെ കുറേ പേര് ഇരിക്കുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. നമ്മുടെ സ്വന്തം നാട്ടിൽ അടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് ആലോചിച്ചോണം. ഇവിടെ പോത്തിനൊക്കെ ഇറക്കി നിർത്തിയേക്കുക. ആരോമല് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യും. ആ ഒരു ഭംഗി നോക്കിയേ. എന്നിട്ട് ആ അമ്മ പറഞ്ഞത് ഇവിടെ അങ്ങ് വെള്ളമില്ലെന്ന്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുമുണ്ട്, വെള്ളമുണ്ട്. നമുക്കില്ല അവിടെ പോയിരുന്നാലേ. ബൈക്ക് എടുത്തോണ്ടോ? ബൈക്ക് വരത്തില്ലടേ. ആ സൈഡിൽ പോകുന്ന എങ്ങനെയാ? അല്ല, നമുക്ക് ഇല്ല വഴിയൊന്ന് ജസ്റ്റ് വന്നിട്ടേ അത് നോക്കാം. വാ, അതുകൊണ്ട് അതുവഴി ഒരു വഴിയുണ്ട്, ആ വഴി ഇങ്ങനെ ഇറങ്ങി വരാം. ആരോമല എക്സൈറ്റ്മെന്റ് കൊണ്ട് വയ്യ. ഇത് പത്തനംതിട്ട ഏരിയ ആണ്. പക്ഷെ നമ്മുടെ സ്ഥലത്തുനിന്ന് അത്യാവശ്യം കുറച്ച് വന്നാൽ മതി. എന്നാലും ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ വൈകിട്ടൊക്കെ വന്ന് ഇരിക്കാനായിരിക്കും അടിപൊളി. കാരണം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്, നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഇവിടെ വലിയ രീതിയിൽ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു അമ്പലമാണ്, അതായത് ചെറിയ ഇതിലേക്കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴി നമുക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട് ഈ വഴിയടി നോക്കാം. ഈ വഴി നമുക്കൊന്ന് ഇറങ്ങി പോയിട്ട് വരാം. ആരെങ്കിലും വല്ലതും പറയുമോ? എനിക്കറിഞ്ഞൂടാ. ആരെങ്കിലും വല്ലതും പറയുമോ എന്ന് ചോദിച്ചു. മോനെ രക്ഷയില്ല, പറഞ്ഞില്ല നല്ല
അവർക്ക് ഇതിനാണ് അപ്പം കൊടുത്തത് ശികാതരം. പിന്നെ പുറത്തു പോകുന്നതിനാണ് എന്റെ പിന്നാലെ പോകുന്ന മരത്തുകളും പല ഇങ്ങനെ കണ്ടുകരായ മകത്തുകൾ ഹരേ മരത്തുകൾ തങ്ങൾക്ക് നമ്മെ ഭഗവതനുഗ്രഹാൽ വന്നീലനാശവസുരഭാവം കളഞ്ഞ് പക്ഷെ ഇത്രയും നല്ല സ്ഥലത്ത് ആൾക്കാർ കൊണ്ട് ഈ വേസ്റ്റ് ഇടുന്നതിനെ പറ്റി ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞു വന്നത്. ഇത് കണ്ടോ, ഇത്രയും നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടേക്കുന്നു. അത് മൊത്തം പ്ലാസ്റ്റിക് കവറ്. ഇവിടെ ആയിട്ട് ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടം നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഇത് അപ്പുറത്തൂടെ കറങ്ങി വരണം. മഞ്ഞുകൾ മൂടി തളർന്നത് മലയാൾ ഇന്നനായുള്ള ഉന്നതനായ ദരിദ്രപുരാധിപൻ തന്നോട് ഈ ഭാഗത്തൂടെ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചേക്കാണ്. നടന്നു പോകാൻ നല്ല രീതിയിൽ പറ്റും. സത്യം പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിഡൻ ഏരിയ ആണിത്. മുമ്പേ നമ്മൾ കണ്ടത് അവർ കണ്ട് ഈ ഒരു വശത്താണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതൊരു ഭാഗം നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പുറത്തൂടെ കയറി വരാൻ പറ്റും കേട്ടോ. തെന്നി വെള്ളത്തിൽ വീഴണ്ട. ഹലോ, നമുക്ക് അതിലേ കൂടെ പോകാം. ആരാമല്ലേ ബാ വേണ്ട, അതുവഴി ഇറങ്ങി വരാം. ബാ, ഈ ഹെൽമെറ്റ് എടുത്തോണേ. ആരാമല്ല ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. അപ്പോൾ ഇതിലേ കൂടെ നമുക്ക് കറങ്ങി വരാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വാട്ടർഫാള് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ വഴി കണ്ടോ, ഭയങ്കര ഒരു കാട് ഏരിയ ആണ് ശരിക്കും പറഞ്ഞു. ഇവിടെ ഹിഡൻ സ്പോട്ട്. ഇല്ലടേ മുള. നമുക്ക് ഈ വഴി പോവാം. ഈ ഒരു സീനറി കണ്ടോയോ? തെറ്റ്. ആ ഒരു സീനറിയുടെ ആ ഒരു ബ്യൂട്ടിനെസ് മോനെ. ഈ മരത്തിനകത്ത് ഇരിക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. നാരങ്ങൾ കണ്ട് അവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. കാടാണ്. നല്ല വൈബ് സ്ഥലമാണ്. കാമാൻ കോയറ്റായിട്ടുള്ള സ്ഥലം. ഇനി വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോയി നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ പുലി വല്ലതും ഉണ്ടോ?
വല്ലതും പിടിച്ചാൽ പോലും അറിയത്തില്ല. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഞാൻ ജിമ്പിൽ രാവിലെ ഒരു വീഡിയോ എടുക്കാൻ പോയത് കാരണം ജിമ്പിളിന് ചാർജ് ഇല്ലായിരുന്നു, കുത്തിയിടാൻ മറന്നുപോയി. ജിമ്പിൽ ഓഫായതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ഷെയ്ക്ക് കാണും. ഇവിടം വരെയുള്ളോ? കേട്ടില്ല. എന്തേലും വന്ന് പിടിച്ചാൽ പോലും അറിയത്തില്ലല്ലോ. വാവ്, ഇതിലൂടെ പോയി നോക്കാം. വാ, അടിപൊളിയില്ലേ? പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെയും വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ, അവിടെയും വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ബാ, നമുക്ക് അപ്പുറത്ത് നോക്കാം. അവിടെയും വെള്ളച്ചാട്ടം ഉണ്ട്. കാട് കയറി അവസാനം നമ്മളെ ആരെയും പിടിക്കുമോ? നമ്മൾ വന്ന വഴി അറിയാമല്ലോ, മറക്കല്ലേ. യാ, ഇവിടെയും ഇതുണ്ട് കേട്ടോ. ഞാൻ മോനെ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി, രക്ഷയില്ല. എങ്ങനെയുണ്ട് സ്ഥലം? ആരും ക്യാമറയുടെ ഫ്രണ്ട് വരുന്നില്ല. ഒഴുക്കില്ലാഞ്ഞിട്ടല്ല, ഇച്ചിരി ചവിട്ടുന്നിടത്തൊക്കെ നല്ല ആഴം കാണും. ഇവിടെ നല്ല രീതിയിൽ വെള്ളമുള്ള സമയത്ത് വരണം, അപ്പം എന്തായിരിക്കും രസമായിരിക്കും. അതിലേക്കൂടെ കയറിയാൽ എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ടാണ് തോന്നുന്നു. ഇവിടെ അല്ല, ഈ ദേഹത്ത് കൊണ്ട് കയറുന്ന ടൈപ്പ് ചെടി നിൽപ്പുണ്ട്. എനിക്കൊന്ന് ഇതുവഴി ആൾക്കാർ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ വഴി കിടപ്പുണ്ട്. വാ, ആ വഴിയാണ് ഇറങ്ങേണ്ടത്. അല്ല, ആ വഴി ഇറങ്ങിയാൽ തെന്നി താഴെ വീഴും. നമുക്ക് എക്സ്പ്ലോർ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഹിഡനായിട്ടുള്ള ഒരു ഏരിയ. അവിടെ പോവാനോ? വാ, നമുക്ക് അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് ആരോമൽ പറഞ്ഞത്. ഇനി അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം. അവിടെയും കൂടി നമുക്ക് പോയിട്ട് തിരിച്ച് മറ്റേ നല്ല രീതിയിൽ ആ വാട്ടർഫാൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് പോയി നിൽക്കാം. അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. ഇതൊക്കെ വഴിയുണ്ടോ അവിടെ? ആരോമൽ എന്നെ ഊക്കുന്നു. ആരോമൽ നേരത്തെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ
ഇവിടെ ചതുപ്പ് വല്ലതും ഉണ്ടോ? ആ ഇല്ല. ആരോമല ഇവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്നു. വെള്ളത്തിൽ നമുക്കൊന്ന് കൈ വെച്ച് നോക്കാം. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുള്ളതാണ്. ഇനി തിരിച്ച് ഞങ്ങൾ വന്ന വഴിക്ക് പോവാണ്. ആരോമൽ എന്തൊക്കെയോ എടുത്തു കൂട്ടുന്നുണ്ട്. അപ്പോൾ ആരോമൽ ബ്ലോക്കായി കിടന്ന ആ ഒരു ഭാഗമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. കുളമാക്കി. ബാ പോവാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം മുള്ളുള്ള ചെടികളാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, മുള്ള് കുത്തി കയറി നഖത്തിൻ്റെ ഉള്ളിൽ നല്ല നീറ്റിലെടുക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴും അതായത് കാട്ടിൽ പോയാലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. ഇവിടെ എല്ലാം നല്ല മുൾച്ചെടികളൊക്കെ കാണും. ഇവിടെ നല്ല എല്ലായിടത്തും നല്ല ഇതുപോലെയുള്ള ഒരു ഫോറസ്റ്റഡ് ഏരിയ ആയിട്ട് വരുന്ന സ്ഥലത്തൊക്കെ നല്ല മുൾച്ചെടിയൊക്കെ കാണും. ഇതുപോലൊക്കെ കുത്തിക്കയറാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല നീറ്റിലൊക്കെ എടുക്കും. നമുക്ക് കുറച്ച് നേരം പോകുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് കാല് വെച്ചിട്ടിരിക്കാം. ഇപ്പോൾ ഒഴുക്കിൻ്റെ വേഗത കൂടിയല്ലേ, ഒഴുക്കിൻ്റെ വേഗത കൂടി. ഇവിടെ ഇരിക്കാൻ കാല് കാലൊക്കെ പറന്ന് പോകുന്നോട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. കാല് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോകുന്നു, കാരണം അത്ര ഒഴുക്കിൻ്റെ സ്പീഡ് കൂടി. കാലങ്ങ് പിടിച്ചോണ്ട് പോകുന്ന രീതി വെച്ചേക്കുന്നത്. ഇങ്ങനെ വരാണ്ട കാലിങ്ങനെ വരും. അപ്പോൾ എയറോഡൈനാമിക് രീതിയിൽ വരും. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതും നമ്മുടെ അടുത്ത ഒരു നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു ഹിഡൻ ആയിട്ടുള്ളൊരു വാട്ടർഫാൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ്, ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഉള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റായിരിക്കും, നല്ല വൈബായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആവശ്യമുള്ളവർ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പം എല്ലാവർക്കും ബൈ.